ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ റിയാക്റ്റിൻ്റെ യൂസ് സ്റ്റേറ്റ് ഹുക്കിൽ എങ്ങനെ ലിസ്റ്റ് അല്ലെങ്കിൽ അറേ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സോ നമുക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അറേ സ്റ്റേറ്റ് .js എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ RAFCE എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആരോ ഫംഗ്ഷൻ കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഞാൻ കേളി ബ്രേസസിനകത്ത് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇതിനകത്തായിട്ട് സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. സോ കോൺസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് മൈ ലിസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, സെറ്റ് മൈ ലിസ്റ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്. എന്നിട്ട് അതിനകത്ത് ഒരു empty അറേ, നമ്മൾ ലിസ്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു empty സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്രിൻറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ കൺസോൾ ചെയ്യാൻ നോക്കാം. കോൺസ്റ്റ് ഹാൻഡിൽ ലിസ്റ്റ് ഈക്വൽ ടു ആൻ ആരോ ഫംഗ്ഷൻ. ഓക്കെ, ഇതിനകത്ത് കൺസോൾ .log നമ്മുടെ മൈ ലിസ്റ്റിനെ നമുക്ക് കൺസോൾ ചെയ്യാം. ഓക്കെ, മൈ ലിസ്റ്റ്. ഇനി ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ബട്ടൺ, അതിന് മുമ്പ് ഒരു ഹെഡർ കൊടുക്കാം. സോ H5 ടാഗിനകത്ത് മൈ ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി ബ്രേക്ക് ടാഗ് ഇട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ നമുക്കതിൻ്റെ പേര് ചെക്ക് എന്ന് കൊടുക്കാം. ഇനി ഓൺ ക്ലിക്ക് ഇവൻറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് app.jsനകത്ത് ഇത് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ഈ ബ്രേക്ക് ടാഗിൻ്റെ താഴെയായിട്ട് അറേ സ്റ്റേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോ ഇമ്പോർട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം, എന്ന് ക്ലോസ് ചെയ്ത് സേവ് ചെയ്യാം. നമ്മളുടെ കമ്പോണൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇൻസ്പെക്റ്റിനകത്ത് കൺസോളിൽ പോവാം. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. മൈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു empty അറേ ആണല്ലേ, ബിക്കോസ് ഇനീഷ്യൽ വാല്യൂ നമ്മൾ empty അറേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തൊരു ഒരു വാല്യൂ പാസ് ചെയ്ത് നോക്കാം. 1 2 3 നമ്മൾ ഒരു റെഗുലർ അറേ നമ്മൾ പാസ് ചെയ്യാണ്, ഹാർഡ് കോഡ് ചെയ്തൊക്കെ കാണിക്കുകയാണ്. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 പ്രോപ്പറായിട്ട് അത് വരുന്നുണ്ട്. സോ നമ്മുടെ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ കറൻറ്റ് വാല്യൂ ഒരു അറേ ആണ്. തൽക്കാലം നമുക്കത് ഇനീഷ്യൽ വാല്യൂ empty അറേ അതിനായിട്ട് മാറ്റാം. പക്ഷേ ഇനി നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾസ് പോലെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് പാസ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ടൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് ഹാൻഡിൽ ആഡ് ലിസ്റ്റ് ഈക്വൽ ടു ഒരു ആരോ ഫംഗ്ഷൻ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഡമ്മി ഡാറ്റാസ് ആഡ് ചെയ്യാം. അതിനായിട്ട് ജെയ്സൺ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പോവുക. ഗൂഗിളിൽ ജെയ്സൺ പ്ലേസ് ഹോൾഡർ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഫേക്ക് റെസ്റ്റ് API എന്ന് പറഞ്ഞ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ടു ഡു എന്ന് പറയുന്നത് കാണാൻ പറ്റും. റിസോഴ്സിനകത്ത് ടു ഡൂസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 200-ലധികം ടു ഡൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു അറേ ആണ്. നമുക്കിതിനെ നമ്മളുടെ മൈ ലിസ്റ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ലിങ്ക് കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഫെച്ച് അല്ലെങ്കിൽ ആക്സ്യൂസ് വെച്ചിട്ട് നമ്മുടെ ഡാറ്റനെ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫെച്ചിനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ആക്സ്യൂസ് തന്നെ യൂസ് ചെയ്യാം. സോ ആക്സ്യൂസ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ആക്സ്യൂസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ആക്സ്യൂസ് ഫ്രം ആക്സിയസ്. ഓക്കെ, അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാസ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ഫംഗ്ഷനകത്തായിട്ട് axios.get, ഇനി ഒരു സ്ട്രിങ്ങിനകത്തായിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത ലിങ്കിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതിനെ ഒരു അസിങ്ക് ഫംഗ്ഷൻ ആക്കാം. അസിങ്ക്, എന്നിട്ട് നമ്മുടെ ആക്സിയോസിൻ്റെ ഈ കോളിനെ നമുക്ക് അവൈറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനെ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റ് ആക്കി മാറ്റണം. കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു അവൈറ്റ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഫംഗ്ഷൻ റണ്ണാകുമ്പം ഈ ലിങ്കിൽ നിന്ന് വരുന്ന വാല്യൂവിനെ റെസ്പോൺസിനകത്ത് കൊടുക്കും. നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം. console.log റെസ്പോൺസ്. ഇനി നമുക്കിത് ക്ലിക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ടൊരു പുതിയ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വാല്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു ബ്രേക്ക് ടാഗ് ഫസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ഞാൻ ആ ബട്ടനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഈ ഫംഗ്ഷൻ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഈ ബട്ടൻ്റെ നെയിമും മാറ്റാം. ഗെറ്റ് ന്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഓക്കെ, റെസ്പോൺസ് വരുന്നുണ്ട്. ഇതിൽ ഡാറ്റയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം കാണാൻ പറ്റും. ഇനി നമുക്ക് ആ കൺസോളിനകത്ത് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ എന്ന് പാസ് ചെയ്ത് സേവ് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ആ അറേ പാസ്സായി വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്ക് മൈ ലിസ്റ്റിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഈ സെറ്റ് മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ എന്ന് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആ കൺസോൾ ഡോട്ട് ലോഗ് വേണ്ട. ഇപ്പോൾ മൈ ലിസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റെസ്പോൺസ് ഡോട്ട് ഡാറ്റയാണ്. നമ്മൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അതിനായിട്ട് റിഫ്രഷ് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കറണ്ട് വാല്യൂ empty array ആണ്. ഇനി നമുക്ക് ഗെറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്നുകൂടെ ചെക്ക് അമർത്തി നോക്കി കഴിഞ്ഞാൽ പുതിയ വാല്യൂസ് ആഡ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡാറ്റാസിനെ നമ്മളുടെ സ്റ്റേറ്റിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.